കേരളത്തിൽ സ്വർണ്ണവിലയിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 11 തിങ്കളാഴ്ചത്തെ കണക്കുകൾ പ്രകാരം 22 ക്യാരറ്റിന് ഗ്രാമിന് 70 രൂപയും 1 പവന് 560 രൂപയും കുറഞ്ഞ യഥാക്രമം 9375 രൂപയിലും 75,000 രൂപയിലും വ്യാപാരം നടന്നു. ഒരു ദിവസത്തെ സാധാരണ വില വ്യതിയാനം എന്നതിലുപരി സ്വർണ്ണ വിപണിയുടെ ആഗോളവും പ്രാദേശികവുമായ നിരവധി ചലനങ്ങളെ ഈ മാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിലയിടിവ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അത് എങ്ങനെ ബാധിക്കുന്നു, കേരളത്തിന്റെ സ്വർണ്ണ വിപണിയിൽ ഇത് സൃഷ്ടിക്കുന്ന സ്വാധീനം എന്താണ് എന്ന് വിശദമായി പരിശോധിക്കാം. സ്വർണം എന്നത് കേരളീയർക്ക് വെറുമൊരു ആഭരണമോ നിക്ഷേപമോ അല്ല, അതൊരു വൈകാരികമായ മൂല്യമാണ്. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. അയാൾ തന്നെ സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റവും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ഈ വിലയിടിവ് സമീപകാലത്തായി സ്വർണ്ണവിലയിൽ കണ്ടുവരുന്ന ചില പ്രധാന പ്രവണതകളുടെ തുടർച്ചയാണ്. ഓഗസ്റ്റ് 9 ശനിയാഴ്ച ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കുറഞ്ഞിരുന്നു. അന്ന് ഒരു ഗ്രാമിന് 9,445 രൂപയും 1 പവന് 75,560 രൂപയുമായിരുന്നു വില. ഞായറാഴ്ചയും ഇതേ വിലയിൽ വ്യാപാരം നടന്നു. അടുത്ത തിങ്കളാഴ്ചയാണ് ഈ വലിയ ഇടിവ് സംഭവിച്ചത്. വിലയിടിവിന് പിന്നിലെ ആഗോള കാരണങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതിൽ പ്രാദേശിക ഘടകങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആഗോള സാഹചര്യങ്ങൾക്കാണ്. സ്വർണം ഒരു ആഗോള ചരക്കാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, പണപ്പെരുപ്പത്തിന്റെ തോത്, ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സ്ഥിരത, US മൂല്യം തുടങ്ങിയ കാര്യങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നു. സാധാരണയായി പണപ്പെരുപ്പം കൂടുമ്പോഴും സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുമ്പോഴും ആളുകൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു. ഇത് സ്വർണ്ണവില വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഡോളർ ശക്തമാവുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില കുറയാൻ സാധ്യതയുണ്ട്. കാരണം സ്വർണത്തിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നു. നിലവിലെ വിലയിടിവിന് പിന്നിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ശുഭസൂചനകൾ കാണുന്നതും US ഡോളർ ശക്തി പ്രാപിക്കുന്നതും ഒരു കാരണമായിരിക്കാം. അതോടൊപ്പം പലിശ നിരക്കുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും സ്വർണത്തെ ബാധിക്കും. പലിശ നിരക്ക് കൂടുമ്പോൾ സ്വർണത്തിലുള്ള നിക്ഷേപത്തിന് പകരം മറ്റ് നിക്ഷേപ മാർഗങ്ങളിലേക്ക് ആളുകൾ തിരിയുന്നു. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ കാരണമാകും. കേരളത്തിലെ പ്രാദേശിക വിപണിയുടെ ഘടന. കേരളത്തിലെ സ്വർണ്ണ വിപണിക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സംസ്ഥാനത്തെ സ്വർണ്ണവില പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആണ്. ഈ സംഘടനയുടെ കീഴിൽ പോലും വ്യത്യസ്തമായ വില നിർണയ രീതികൾ നിലവിലുണ്ട്. K. സുരേന്ദ്രൻ പ്രസിഡന്റും അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ സെക്രട്ടറിയുമായുള്ള വിഭാഗവും ഡോക്ടർ B. ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായുള്ള വിഭാഗവുമാണ് പ്രധാനമായും വിപണിയിൽ വില നിശ്ചയിക്കുന്നത്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും വിലകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ വിലയിടിവിൽ ഇരു വിഭാഗങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. K. സുരേന്ദ്രൻ വിഭാഗത്തിൽ 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 7,695 രൂപയിലും പവന് 480 രൂപയും കുറഞ്ഞ് 61,560 രൂപയുമായിരുന്നു. അതേസമയം ഡോക്ടർ B. ഗോവിന്ദൻ വിഭാഗത്തിൽ ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 7,745 രൂപയും പവന് 480 രൂപയും കുറഞ്ഞ് 61,960 രൂപയായിരുന്നു കച്ചവടം. കൂടാതെ സ്വർണത്തിന്റെ വിവിധ കാറ്റഗറികളിലുള്ള വിലകളും ഈ മാറ്റത്തിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ട്. K. സുരേന്ദ്രൻ വിഭാഗത്തിൽ 14 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 5,990 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 47,920 രൂപയുമായി. 9 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 3,860 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 30,880 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വ്യത്യസ്ത വിലകൾ ഓരോ വിഭാഗവും അവരുടെ സ്വർണത്തിന്റെ ഗുണനിലവാരം, നിർമ്മാണ ചെലവ്, മറ്റ് അനുബന്ധ ഘടകങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വില നിശ്ചയിക്കുന്നതിനാലാണ്. സ്വർണ്ണവില കുറയുന്നത് എപ്പോഴും ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. പ്രധാനമായും 2 തരം ഉപഭോക്താക്കളാണ് സ്വർണം വാങ്ങുന്നത്. ഒന്ന് നിക്ഷേപകർ, 2 ആഭരണങ്ങൾ വാങ്ങുന്ന സാധാരണക്കാർ. നിക്ഷേപകരെ സംബന്ധിച്ച് വില കുറയുന്നത് സ്വർണം വാങ്ങാനുള്ള ഒരു നല്ല അവസരമായി അവർ കാണുന്നു. ഭാവിയിൽ വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി സൂക്ഷിക്കുന്നത് ലാഭകരമായ ഒരു തന്ത്രമാണ്. എന്നാൽ അടുത്ത കാലത്ത് സ്വർണം വാങ്ങിയ നിക്ഷേപകർക്ക് ഈ വിലയിടിവ് ഒരു ചെറിയ നഷ്ടമുണ്ടായേക്കാം. ആഭരണങ്ങൾ വാങ്ങുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് വിവാഹം, മറ്റ് ചടങ്ങുകൾ എന്നിവയ്ക്കായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ഈ വിലക്കുറവ് വലിയ ആശ്വാസമാണ്. 1 പവന് 560 രൂപ കുറഞ്ഞത് ഒരു വലിയ തുകയാണ്.
പ്രത്യേകിച്ചും ഒന്നിലധികം പവൻ സ്വർണം വാങ്ങുമ്പോൾ ഈ വിലയിടിവ് വിപണിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്.